ഹേ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ചർച്ച ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ അല്ലെങ്കിൽ സർവ്വവിദ്യാധി രാജൻ. ജനനം 1853 ഓഗസ്റ്റ് 25. ജന്മസ്ഥലം കൊല്ലൂർ, കണ്ണമ്മൂല, തിരുവനന്തപുരം. ജന്മഗൃഹം ഉള്ളൂർക്കോട് വീട്. പിതാവ് വാസുദേവ ശർമ്മ, മാതാവ് നങ്ങമ്മ. യഥാർത്ഥ നാമം അയ്യപ്പൻ. ഗുരുക്കന്മാർ തൈക്കാട് അയ്യ സ്വാമികൾ, പേട്ടയിൽ രാമൻപിള്ള ആശാൻ, സുബജട പാടികൾ. സമാധിയായ വർഷം 1924 മെയ് 5. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമം കുഞ്ഞൻപിള്ള എന്നായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ. രാമൻപിള്ള ആശാന്റെ ഗുരുകുലത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായും അവരെ നിയന്ത്രിക്കുന്നതിനായും കുഞ്ഞൻപിള്ളയെ മോണിറ്റർ അല്ലെങ്കിൽ ചട്ടമ്പിയായി നിയോഗിച്ചു. അങ്ങനെയാണ് ചട്ടമ്പി എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. വേദോപനിഷത്തുകളിലും സംസ്കൃതത്തിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സുബ്ബജട പാടികൾ. അപ്പോൾ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നായിരുന്നു. ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനായിരുന്നു. ചട്ടമ്പി സ്വാമികളെ സന്യാസ വൃത്തി സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിച്ച വ്യക്തി സുബ്ബജട പാടികളായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാർ കൃഷ്ണപിള്ള, പേട്ടയിൽ രാമൻപിള്ള ആശാൻ, തൈക്കാട് അയ്യ. തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്ത ശാസ്ത്രത്തിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സ്വാമിനാഥ ദേശികർ. ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം, തമിഴ്നാട്. അതൊരു PYQ ക്വസ്റ്റ്യൻ ആണ്. സന്യാസം സ്വീകരിച്ചതിനു ശേഷം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേര് ഷൺമുഖദാസൻ. ഷൺമുഖ ഭഗവാന്റെ തീവ്ര ഭക്തനായതിനാലാണ് ഷൺമുഖദാസൻ എന്ന പേര് ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ചത്. ഹിന്ദുമതത്തിൽ നിന്നും ക്രിസ്തുമതത്തിലേക്കുള്ള മതപരിവർത്തനത്തെ എതിർത്ത നവോത്ഥാന നായകനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കൽ അല്ല, ക്ഷേത്രങ്ങളിൽ നിന്നും ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പന്മന. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ പണിത ക്ഷേത്രം ബാലഭട്ടാരക ക്ഷേത്രം. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2014 ഏപ്രിൽ 30. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇനി അടുത്തതായി ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവി ധരിക്കാത്ത സന്യാസി, കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യന്മാർ ബോധേശ്വരൻ, പെരുന്നെല്ലി കൃഷ്ണവൈദ്യൻ, വെളുത്തേരി കേശവൻ വൈദ്യൻ, കുമ്പളത്ത് ശങ്കുപിള്ള, നീലകണ്ഠ തീർത്ഥപാദർ, തീർത്ഥപാദ പരമഹംസ സ്വാമികൾ എന്നിവരായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യന്മാർ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം. ഇത്രയുമായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ.